ആദർശ് വന്നിട്ടുണ്ടോ? ആദർശ് അപ്പൊ ഈ അറ്റൻഡൻസ് ഒക്കെ ഒരു കുറച്ചു നേരം കഴിഞ്ഞാലേ ആ പാർട്ടിസിപ്പൻസിനെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് അറ്റൻഡൻസ് മാത്രം ഒന്ന് എടുക്കണം. ഷോട്ടിംഗ് ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം. തൽക്കാലം ആ സ്ക്രീൻസ് മാത്രം സ്ക്രീൻഷോട്ട് എടുക്കണം. ഇപ്പത്തേക്ക് 70 പേരുണ്ട് ഇതിനകത്ത്. ചെയ്യാലോ? സാറിനില്ല നമ്മൾ ഇപ്രാവശ്യത്തെ മറ്റേ മോണിറ്റർ ചെയ്യാൻ വെച്ചിരിക്കണത്? അല്ലേ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് കുറച്ച് എക്സ്പേർട്ട് ഉള്ളത് ഫിലോമിനിയോ അല്ലെങ്കിൽ നമ്മുടെ ഷബാന മേമോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അറ്റൻഡൻസിന്റെ. നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ 8 മണിക്ക് ശേഷം എന്താ വെച്ചാൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ ചിലപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഹലോ, നമസ്കാരം സർ. പറഞ്ഞോളൂ. ഞാൻ ആദിശ്രീയാണ്. പറഞ്ഞോളൂ. ഓക്കെ. നമ്മുടെ വീട്ടിലാണ് കേറിയിരിക്കുന്നത്. അതെ, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടൊന്നല്ല, അമ്മ പറഞ്ഞു ക്ലാസ് ഉണ്ട്, അപ്പൊ സാറിനെ എല്ലാവരും ഒന്ന് കാണാം, ക്ലാസ് അങ്ങനെ നന്നായി പോകുന്നില്ലേ? നന്നായി പോകുന്നു സാർ. ഇപ്പൊ സെക്കൻഡ് ഇയർ കഴിഞ്ഞു, ഇനി തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. ഓക്കെ ഓക്കെ സാർ, ബൈ. ശരി. എന്റെ സ്ക്രീന് ഷെയർ ആയിക്കോട്ടെ. ഞാൻ തന്നെ ലെഫ്റ്റ് ആയി തോന്നുന്നു അല്ലേ? അക്യുപഞ്ചറിനെ കുറിച്ച് അറിയാത്തവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. മടിക്കാതെ അപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. സോ നമ്മൾ അക്യുപഞ്ചർ അല്ലെങ്കിൽ അക്യുപ്രഷർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സിലേക്കാണ് നമ്മൾ വരുന്നത്. എന്താണ് അക്യുപഞ്ചർ എന്നുള്ളൊരു സംശയം എല്ലാവരിലും ഉണ്ടാവും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ നേരിയ സൂചി ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ നീഡിൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പൊതുവെ. സർ, രാജേഷ് സാർ എന്തെങ്കിലും പറഞ്ഞോ? സാർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല സാർ. ഓക്കെ, ദയവായി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. സംശയം ചോദിക്കാൻ അൺമ്യൂട്ട് ചെയ്യാം. എത്ര സംശയങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. സോ നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ സൂചി ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റേ നീഡിൽ ചെയ്യുന്ന പ്രക്രിയ തന്നെയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. സൂചി ഉപയോഗിക്കുമ്പോൾ അക്യുപഞ്ചർ എന്ന് പറയും. അതേ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ അക്യു ടച്ച് എന്ന് പറയും. ആ ഭാഗത്ത് മസാജ് ആണ് ചെയ്യുന്നതെങ്കിൽ അക്യു മസാജ് എന്ന് പറയും. ഇതാണ് നോർമലി അക്യുപഞ്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്താന്ന് വെച്ചാൽ നേരിയ സൂചി ഉപയോഗിച്ച് ബോഡിയിലെ ചില ഭാഗങ്ങളിൽ കുത്തിയുള്ള ചികിത്സ എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അക്യുപഞ്ചർ അല്ലെങ്കിൽ അക്യുപ്രഷർ എന്നുള്ളത്. അതിന് അതിന്റെ വാക്കുകൾ വന്നതും
ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ പതുക്കെ പോവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ സൂചി കുത്തുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് മറ്റേ ഇതിനൊരു എന്താ പറയാ മാറ്റങ്ങൾ കിട്ടുന്നത് അല്ലെങ്കിൽ ബോഡിയിൽ വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ തന്നെയാണ് ഇതിലൂടെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിമുലേറ്റ്സ് ദ ബോഡി സെൻട്രൽ നെർവ് സിസ്റ്റം ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അക്യുപഞ്ചർ റെഗുലർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ക്ലയൻസിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കേറിയത് ആരാണ്? ഹലോ ഹലോ, ഇപ്പൊ കേറിയത് ആരാ? കൃഷ്ണദാസാണ്. അല്ലല്ലല്ല. നമസ്കാരം കൃഷ്ണൻസി. അബൂബക്കറോ? കുഴപ്പമില്ല. സോ ആക്ച്വലി നമ്മുടെ നെർവ് സിസ്റ്റം തന്നെ നമ്മൾ നീഡിൽ ചെയ്യുന്ന സമയത്ത് സ്റ്റിമുലേഷൻ ആകുന്നുണ്ട്. അതിലൂടെ ശരീരത്തിനകത്തൂടെ ചില എൻഡോക്രൈനോളജിയിൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് ചില ഗ്രന്ഥികളിൽ നിന്ന് ചില സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിലൂടെ ശരീരത്തിലെ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില ഇഷ്യൂസിനെ നമ്മുടെ ശരീരത്തിലൂടെ മാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ അക്യൂ പഞ്ചർ അല്ലെങ്കിൽ അക്യൂ പ്രഷർ അല്ലെങ്കിൽ അക്യൂ ടച്ച് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സിസ്റ്റത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റീവ്സ് ഉണ്ടെന്ന് പറയും. നിങ്ങൾ അങ്ങനെ ഇപ്പൊ ഞാൻ കാണിച്ച സ്ക്രീൻസ് എല്ലാം തന്നെ നമ്മുടെ സൈറ്റുകളിൽ നിന്നും മറ്റും എടുത്തതാണ്. ഓക്കെ, അതിനകത്ത് ഞാൻ ഏതെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് അപ്പൊ തന്നെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയും. ചില കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടിയെന്ന് വരില്ല. പൊതുവെ അക്യുപഞ്ചറിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നിങ്ങൾ നെറ്റിലും മറ്റുമൊക്കെ നോക്കുന്ന സമയത്ത് പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീഡിലിടുന്ന ഭാഗത്ത് അതിനൊരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട്, അത് മേ ബി ഇറിറ്റേഷൻ ആവാം, അതല്ലെങ്കിൽ ചൊറിച്ചൽ വരുന്നതാവാം, അതല്ലെങ്കിൽ ചെറുതായിട്ട് ഷോക്ക് അടിക്കുന്ന പോലെയുള്ള ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് വരാം. ചിലപ്പോ നീഡിൽ ഇട്ട് കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് വരുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ അവിടെ ആ ബ്ലഡ് നമുക്ക് ഒരു ഭാഗത്ത് പ്രോപ്പറായിട്ട് സഞ്ചരിക്കുന്നില്ലെങ്കിൽ അവിടെ വന്നിട്ട് ഒരു സ്റ്റാഗ്നേഷൻസ് ഉണ്ടാവും. ഓക്കെ, സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം. ഈ വാക്കുകളൊക്കെ തന്നെ നിങ്ങൾ പുതിയ വാക്കുകളൊക്കെ കേൾക്കുന്നത് തനിയെ ഒരു പേജിൽ ബാക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരും, അതിന്റെ എക്സ്പ്ലനേഷൻസും പറയും. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറയുന്ന സമയത്തും തൽക്കാലം നിങ്ങൾ ചോദിക്കുക, അത് പിന്നീട് പറയേണ്ടതാണെങ്കിൽ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും പുതിയ ആൾക്കാരായതുകൊണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും എനിക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഒന്ന് താളത്തിലാവാൻ നമുക്ക് അടുത്ത ക്ലാസ് ആകും. അപ്പൊ കഴിയുന്നതും 7:59 ഉള്ളിൽ കയറുക. കാരണം നിങ്ങൾ വരുമ്പോ എന്റെ ശ്രദ്ധ മുഴുവനും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടേ കുറച്ചൊരു ഡൈവേർഷൻ വരുമ്പോൾ മൈൻഡ് ഫോക്കസ് പോകുന്നുണ്ട്. ഓക്കെ, അതേമാതിരി തന്നെ ചില ആളുകൾക്ക് നീഡിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ തലകറക്കങ്ങൾ വരും, ചെറിയ മയക്കം വരും, ഒരു ക്ഷീണം വരാം, അതും അല്ലെങ്കിൽ ഒരു എന്താ പറയുക വോമിറ്റിംഗ് ടെൻഡൻസി വരാം, അതല്ലെങ്കിൽ ഓക്കാനം വരാം, അല്ലെങ്കിൽ ചിലർ വൊമിറ്റ് തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചിലപ്പോൾ അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ട്, അയാൾ വേറെ ആളെ ട്രീറ്റ് ചെയ്ത് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇഷ്യൂസ് വരാം. അതേമാതിരി തന്നെ അറിയാതെയാണ് നിങ്ങൾ നീഡിൽ ചെയ്യുന്നതെങ്കിൽ, ഇംപ്രോപ്പർ നീഡിലാണെങ്കിൽ നെർവ്സിനെ ഡാമേജ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സൈറ്റിൽ പറയുന്നത്. ഇതിനകത്ത് പറയുന്ന സോർനെസ്, ബ്ലീഡിങ്, അതേമാതിരി തന്നെ ഇതെല്ലാം തന്നെ അതിന്റെ എഫക്റ്റ് ആണ്, സൈഡ് എഫക്ട്സ് അല്ല. വെബ്സൈറ്റിലെല്ലാം സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ നീഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് ബ്ലഡ് വരുന്നത് നമ്മുടെ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിനെ സപ്പോർട്ടാണ് ചെയ്യുക, അതല്ലാണ്ട് അതൊരു സൈഡ് എഫക്ട്സ് അല്ല. ഓക്കെ, അതേമാതിരി തന്നെ നീഡിൽ ഇട്ട് കഴിഞ്ഞാൽ ചീ ക്രിയേഷൻ എന്ന് പറയും. അതൊക്കെ നമുക്ക് പിന്നീട് വരും. ഞാൻ ഇതൊക്കെ നിങ്ങൾ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങളിൽ
പുതിയ ആളുകൾ നെറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യം ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ കഴിയുന്നതും അക്യുപഞ്ചറിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ആണ് പറയേണ്ടത്. പഠിക്കാത്തവര്, നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവര് കഴിയുന്നതും കൂടുതൽ ആക്ടിവേറ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ. പക്ഷെ എല്ലാ ചികിത്സാശാസ്ത്രത്തിനും ഒരു ചികിത്സ എന്ന് പറയുന്ന സമയത്ത് തന്നെ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അതിനൊരു സൈഡ് എഫക്ട്സ് ഉണ്ട്. നമ്മൾ പൊതുവെ പറയും ആയുർവേദത്തിലും ഹോമിയോയിലും സൈഡ് എഫക്ട്സ് ഇല്ല, അതിനകത്തും സൈഡ് എഫക്ട്സ് ഉണ്ട്. ഓക്കെ. ആയുർവേദം തന്നെ ഒരു ലോങ് ടേം ആയിട്ട് പ്രൊലാങ് ആയിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിവറിന് അത് ലോഡ് തരും. പലതും വന്നിട്ട് അരിഷ്ടങ്ങളും മറ്റുമൊക്കെ വന്നിട്ട് ഒരുപാട് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് അത് ലിവറിന് ലോഡ് വരും. എല്ലാ മരുന്നുകളുമല്ല, കുറേയേറെ മരുന്നുകൾ നിങ്ങൾക്ക് ലോഡ് വരും. അതേമാതിരി തന്നെ ഹോമിയോയിലും വന്നിട്ട് മരുന്ന് മാറുകയോ അതല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യുന്ന ചില മെറ്റലിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളുണ്ട്. അത് സാധാരണ നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊന്നുമല്ല. ചില എന്താ പറയാ പ്രത്യേകതരം അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ റയർ ആയിട്ടുള്ള ഡിസീസിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ മെറ്റലിൽ നിന്നും മറ്റും എടുക്കുന്നതുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഞാൻ ഇതൊരു നെഗറ്റീവ് ആയിട്ടല്ല പറയുന്നത്, നമ്മൾ പൊതുവെ പറയുമെങ്കിൽ പോലും ഇൻഡെപ്ത് ആയിട്ട്. കാരണം നിങ്ങളൊരു മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ വരികയാണ്. പല ആൾക്കാരും 10-20 ക്ലാസ്സും പഠിച്ച ശേഷം ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിനെയും കുറ്റം പറയുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ. അപ്പൊ അതേമാതിരി ഏതൊരു ചികിത്സാശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും അതിനൊരു പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്, നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. അക്യുപഞ്ചറിലും വന്നിട്ട് അതേപോലെ സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പറയാം. എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു ഡിസെൻട്രി ആവുന്നു, മറ്റേ വയറിന്ന് നിങ്ങൾ കഴിച്ച ഫുഡ് പോയിസൺ കൊണ്ട് നിങ്ങൾ വന്നിട്ട് ലൂസ് മോഷൻ ആവുന്നു. ആ ലൂസ് മോഷനെ നമ്മൾ ശരിക്കും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് അതിന്റെ വിഷാംശമോ അല്ലെങ്കിൽ അതിന്റെ എന്തോ ആവശ്യമില്ലാത്ത സാധനം പുറത്തു പോകാതെ കിടക്കുകയാണെങ്കിൽ അത് ശരീരത്തിനകത്ത് കടന്ന് വിഷാംശം ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. അതേമാതിരി ജലദോഷം വരുന്ന സമയത്ത് ഈ മൂക്കിലത്തെ നീര് മാത്രം അല്ലെങ്കിൽ മൂക്കൊലിപ്പ് മാത്രം തടയുന്ന പോലെ അല്ലെങ്കിൽ ചുമേനെ മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഓക്കെ. അത് അലോപ്പതി മരുന്ന് കഴിച്ചാലും ശരി, ഏത് മരുന്ന് കഴിച്ചാലും ശരി. ഓക്കെ. അതിനൊക്കെ നമ്മൾ ഈ പറയുന്നതൊക്കെ ഒന്നുകൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവും. എന്നിരുന്നാലും സംശയം ചോദിക്കാൻ മടിക്കരുത്. കാരണം ഇപ്പൊ എനിക്ക് ആ കൂടി എന്റെ മുഖം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്ത സ്ക്രീനും എന്റെ വീഡിയോവും പിന്നെ വേറെ കൃഷ്ണദാസ് രാജേഷ് സാർ രണ്ടുപേരുടെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ആരൊക്കെ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്, എത്ര പേര് ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് അടുക്കളയിലത്തെ പണിയിലാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. ഈ അക്യുപഞ്ചർ സിസ്റ്റം എന്ന് പറയുന്നത് വന്നിട്ട് ദർ ഇസ് എ റേഞ്ച് ഓഫ്, അതായത് പല രാജ്യങ്ങളിലും പല കാലഘട്ടങ്ങളിലും ഈ സിസ്റ്റം നിലനിന്നിരുന്നു. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിൽ മാത്രമോ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ മാത്രമോ ചൈനയിൽ മാത്രമോ ജപ്പാനിലോ മാത്രമായിട്ടല്ല. ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളിലെയും അവരുടേതായ രീതിയിൽ ഇതിന്റെ പല വേർഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയാറുള്ളതാണ് കളരി ഫൈറ്റിന്റെ തന്നെയാണ് ഒരു വേർഷനാണ് കരാട്ടെ, അതിന്റെ തന്നെ വേറൊരു വേർഷനാണ് കുങ്ഫു, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ പല സിസ്റ്റത്തിനെയും. സോ ഈ അക്യുപഞ്ചർ അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഒറ്റമൂലി എന്ന് പറയുന്നതും പല സ്ഥലങ്ങളിലും അതാത് രാജ്യങ്ങളുടേതായ രീതിയിൽ പണ്ട് കാലത്ത് തൊട്ട് തന്നെ നിലനിന്നിരുന്നു. അപ്പൊ അവരവിടെ പോയി കഴിഞ്ഞാൽ ഗൃഹവൈദ്യവും ഈ ഒറ്റമൂലിയും ആയുർവേദവും അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിസ്റ്റം എല്ലാം തന്നെ എല്ലാ പഴയ കൾച്ചറിലും ചെറിയ ചെറിയ മാറ്റങ്ങളില്ല. എങ്ങനെയാണോ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഭഗവത്ഗീതയാണെങ്കിലും അല്ലെങ്കിൽ ബൈബിൾ ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്, പറഞ്ഞ ഭാഷയും ഉപയോഗിച്ച സ്ഥലവും മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും തന്നെ ഓരോ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ വർമ്മ എന്ന് പറയും, തമിഴ്നാട്ടില് വർമ്മക്കലി എന്ന് പറയും, നമ്മളിവിടെ മർമ്മക്കലി മർമ്മം എന്ന് പറയും. ഈ മർമ്മം എന്ന് പറയുന്നതൊക്കെ ഈ അക്യുപഞ്ചർ പോയിന്റുകൾ ആൾമോസ്റ്റ് 80% ഓഫ് വർമ്മ പോയിന്റുകളും അക്യുപഞ്ചറിൽ കവർ ചെയ്യുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ ഉഴിച്ചില് പ്രധാനമായിട്ട് കവർ ചെയ്യുന്ന എല്ലാ ഏരിയയിലും ഈ അക്യുപഞ്ചർ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ തന്നെയാണ് ആ സിസ്റ്റം നിലനിന്നിരുന്നത്. പക്ഷെ അതിനൊരു എന്താ പറയാ, നമ്മളൊന്ന് കണക്ഷൻ കൊടുക്കുമ്പോൾ
അത് കംപ്ലീറ്റ് മാച്ച് ആവും. അപ്പൊ ഓരോ രാജ്യങ്ങളിലും ഇത് നിലനിന്നിരുന്നു എങ്കിൽ പോലും ഇന്ന് അക്യുപഞ്ചർ സിസ്റ്റം എന്ന് പറയുന്നത് ചൈന ഒറിജിൻ ആണ്. ഓക്കെ, കാരണം ചൈനക്കാരാണ് ഇതിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അന്ന് കാലം തൊട്ട് ഇന്ന് കാലം വരെയും അതിനെ ഒരു ആ ട്രഡീഷണൽ സിസ്റ്റത്തിനെ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇംപ്രൂവ് ചെയ്യും, റിസർച്ച് ചെയ്യുകയും ചെയ്ത് ഇതിനെ ഒരു സ്റ്റെബിലിറ്റി ആക്കിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? സ്പീഡ് കൂടുതലാണോ? അല്ല സർ, മനസ്സിലാവുന്നുണ്ട്. പുതിയ ആളല്ലേ, അല്ലാണ്ട് ആൾറെഡി പഠിച്ച ആളല്ലല്ലോ? അല്ല, ഞാൻ ഹലോ, മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ. അപ്പം അപ്പൊ ഓരോ സ്ഥലത്തും ഇപ്പൊ നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഈ പഞ്ചഭൂതങ്ങളെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറ് ആകാശം, വായു, ജലം, ഭൂമി, അഗ്നി, 5 പറയാ. പക്ഷെ TCMൽ പോകുമ്പോൾ 5 തന്നെയാണ്. പക്ഷെ ചില വാക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. നമ്മളത് പിന്നീട് പഠിക്കും. അതേമാതിരി മറ്റേ 3 ഭൂതങ്ങളും 4 ഭൂതങ്ങളായിട്ടൊക്കെ ഓരോ രാജ്യങ്ങളിലും ഈ സിസ്റ്റം പണ്ട് തൊട്ട് തന്നെ നിലനിന്നിരുന്നു. അപ്പൊ ഈ പണ്ട് എന്ന് പറയുമ്പോൾ എപ്പോ തൊട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡിക്കലി യൂട്യൂബിലോ അല്ലെങ്കിൽ ഓരോ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ഓരോന്നിലും ഓരോ കൺസെപ്റ്റാണ് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, എന്നാണോ ഒരാൾ തലവേദന വരുന്ന സമയത്ത് അറിയാതെ കൈകൾ ഇങ്ങനെ വെച്ചിരുന്നത്, ഓക്കെ, ടെമ്പറൽ ജോയിന്റിൽ തലവേദന വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ തല വെച്ച് പിടിക്കുന്നുണ്ട്, ആ തലയിൽ 2 വിരലുകൾ വെക്കുന്നത് അല്ലെങ്കിൽ കൈകൾ വെക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ എന്താ വെച്ചാൽ നമ്മുടെ വെറ്റിലല്ലേ, കഴിക്കുന്ന വെറ്റിലയുടെ ആ കാമ്പ് കട്ട് ചെയ്ത് ഇവിടെ ഒട്ടിച്ചു വെക്കും. അത് ഓട്ടോമാറ്റിക്കലി വേദന കുറയുന്ന സമയത്ത് ആ കാമ്പ് താഴെ വീഴുന്നാണ് അവർ പറയാറ്. ഓക്കെ, സോ ഇതെല്ലാം തന്നെ അതിൻ്റെതായ പാർട്ടാണ്. അപ്പൊ ആക്ച്വലി അക്യൂട്ട് ടച്ച് ആണ് അവിടെ തൽക്കാലം സംഭവിച്ചിരിക്കുന്നത്. അത് നമ്മൾ സീഡ്സ് ഉപയോഗിച്ച് ചെയ്യാം, ഒരു വെറ്റില വെച്ച് ചെയ്യാം. നമ്മൾ ഈ അക്യുപഞ്ചറിൽ ട്രീറ്റ് ചെയ്യാൻ നീഡിൽ തന്നെ വേണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കൈകൾ കൊണ്ട് തന്നെ നമുക്ക് അമർത്താം. അത് എവിടെയൊക്കെ അമർത്തണം, എങ്ങനെയൊക്കെ അമർത്തണം എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. അതേപോലെ തന്നെ കളേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. ഇതൊക്കെ ഓരോ ഭാഗങ്ങളായിട്ടാണ് വരുന്നത്, ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന കുരുമുളകോ ചെറുപയറോ ഉലുവയോ എല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തൽക്കാലം വേദനകൾ മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ആശുപത്രിയിൽ ഓടുന്നതിന് പകരം നമുക്ക് തന്നെ സ്വയം വീട്ടിൽ കുറേയേറെ മെഡിസിൻസിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സിസ്റ്റങ്ങളൊക്കെ തന്നെ. അതേപോലെ തന്നെ എപ്പോഴാണോ നമുക്ക് വന്നിട്ട് ഒരു എഴുന്നേൽക്കുന്ന സമയത്ത് കാൽമുട്ട് വേദനയുള്ള ആള് കാലിനെ അമർത്തിക്കൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയത്, മുറ്റം കുറച്ചു നേരം അടിച്ചു വരുമ്പോഴേക്കും എന്നാണോ നിങ്ങൾ ഇടുപ്പത്ത് കൈവച്ച് ഒന്ന് നമ്മുടെ മറ്റേ ഈ റിബ് കേജസിനെ ഒന്ന് വികസിച്ചത്, അന്ന് തൊട്ട് തന്നെ ഈ സിസ്റ്റം നിലനിന്നിരുന്നു എന്ന് പറയാം. അതിലൂടെ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് എല്ലാ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കും ഇത് ഉണ്ടായിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഇനിയൊരു സ്റ്റോറി പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഈ നാട്ടുരാജ്യങ്ങൾ ഒരുപാട് പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ എന്താ പറയാ, വാൾ ഉപയോഗിച്ചിട്ടും അതല്ലാതെ മൽപ്പിടുത്തത്തിലൂടെയൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആളുടെ ഈ യുദ്ധത്തിന് മുമ്പ് പലപ്പോഴും പോയിട്ട് വരും. അവിടെ എവിടെയുള്ള വേദനകൾ ചില ആളുകൾ ചില യുദ്ധത്തിന് പോയിട്ട് ചില ഭാഗങ്ങളിൽ അടി കിട്ടിയിട്ട് വരുന്ന സമയത്ത് ആ അടി കിട്ടിയ ഭാഗത്ത് മാത്രമേ വേദനയുള്ളൂ, ബാക്കി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി ഡെവലപ്പ് ചെയ്ത സിസ്റ്റം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഈ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ബൈ ബർത്ത് തന്നെ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ അറിയാതെ കൈ വെക്കുന്ന സമയത്ത് അത് മാറ്റം വരുന്നുണ്ട്. അതേമാതിരി തന്നെ കാൽമുട്ടിൽ വേദന ഉണ്ടെങ്കിൽ കാലമർത്തിയിട്ട് നമുക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് അതിനൊരു മാറ്റം വരുന്നുണ്ട് എന്ന് അറിഞ്ഞതിന്റെ തന്നെ ഇംപ്രൂവൈസ് ആവാനാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുന്നതാണ്. പിന്നീട് അത് ആദ്യം കൈകൾ ഉപയോഗിച്ചിട്ടും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതിനുശേഷം അതിന് നമുക്ക് ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ ടൂൾസ് പല രീതിയിലുണ്ട്, നമുക്ക് അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. സോ ഇങ്ങനെ ഓരോരോ രാജ്യങ്ങളിലും പണ്ട് നിലനിന്നിരുന്ന സിസ്റ്റം ആണെങ്കിൽ പോലും ഇന്ന് TCM ആണ് ഇതിനെ അടുക്കും ചിട്ടയാക്കുകയും അതിനൊരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുപാട് പുസ്തകങ്ങളും റിസർച്ചും മറ്റുമൊക്കെ നടന്നിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ
ട്രഡീഷണൽ ചൈനീസ് മെഡിസിന്റെ ഭാഗമായിട്ടാണ് അക്യുപഞ്ചറിനെ അറിയപ്പെടുന്നത് ലോകം മുഴുവനും. ട്രഡീഷണൽ ചൈനീസ് മെഡിസിന്റെ ഭാഗമാണ് അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ അക്യുപഞ്ചർ എന്നുള്ളത് ഒരു പാർട്ട് മാത്രമാണ്. അതിന്റെ കൂടെ TCM നോക്കിക്കഴിഞ്ഞാൽ ഡയറ്റ് പാറ്റേൺ ഉണ്ട്, പിന്നെ ന്യൂട്രീറ്റീവ് പാറ്റേൺ ഉണ്ട്. അതായത് ഒരു ഡയറ്റ് റിജീം ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങേർക്ക് പറ്റിയ ആഹാര രീതി അഡ്വൈസ് ചെയ്ത് കൊടുക്കുക. ചില സമയങ്ങളിൽ ചില സാധനങ്ങൾ എഡിഷണലായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു വിറ്റാമിൻ C ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ്, ഏതെങ്കിലും ഒരു മൂലകം ശരീരത്തിനകത്ത് കുറയുമ്പോൾ സാധാരണ ഡയറ്റിന്റെ കൂടെ അതിന് ഫോക്കസ് ചെയ്തിട്ട് അഡീഷണലായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, നമ്മളിപ്പോ ഈ കാലത്തൊക്കെ ഇപ്പൊ തടി കുറയ്ക്കാനും മറ്റുമൊക്കെ വന്നിട്ട് പലതരം പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതേമാതിരിയുള്ള ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ എഡിഷണലായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുക. അതിൻ്റെ ഒപ്പം മസാജ് സിസ്റ്റങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് TCM എന്ന് പറയുന്നത്. അതിന്റെ ഒരു പാർട്ടാണ് ഈ അക്യുപഞ്ചറും. അതേമാതിരി തന്നെ മോക്സിബ്യൂഷൻ, ചൈനയിൽ വന്നിട്ട് അക്യുപഞ്ചർ എന്ന് മാത്രമായിട്ട് പറയില്ല, അക്യുപഞ്ചർ ആൻഡ് മോക്സിബ്യൂഷൻ എന്ന് ചേർത്തിട്ട് തന്നെയാണ് പറയുക. അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് ഒരു വ്യക്തമായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അതിന് എന്താ പറയുക, അടിസ്ഥാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളൊക്കെ ഇതിനകത്ത്. ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒന്ന് ഓടാൻ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നന്നായി പ്രാക്ടീസ് ചെയ്തിരിക്കണം. അയാൾ പോകുന്നതിന് മുമ്പ് അയാൾക്കുള്ള ടീഷർട്ട് അല്ലെങ്കിൽ ട്രാക്ക് സൂട്ട് അല്ലെങ്കിൽ ഒരു ഷൂ ഇതൊക്കെ വേണമെന്നുള്ളത് പോലെ തന്നെ നമുക്കൊരു പേഷ്യന്റിന് ട്രീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അറിയാണ്ട് അതിന് മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ, എങ്ങനെ അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാൻ പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ടീം എങ്ങനെയാണ് കളിക്കുന്നത്, എത്ര ഡിഫൻഡേഴ്സിനെ വെക്കണം, എത്ര ഫോർവേഡ്സിനെ വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നില്ലേ. അതേമാതിരി ഒരു അസുഖമായിട്ട് ഒരാളെ വരുന്ന സമയത്ത് ഇയാൾ എവിടെയൊക്കെയാണ് ചികിത്സ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെയാണ് നമ്മളിവിടെ പ്രോട്ടോകോൾ എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാധാരണ ഈ നമ്മൾ TCM എന്നുള്ള വാക്കായിരിക്കും ഇനി കൂടുതൽ ഉപയോഗിക്കുക. TCM പാർട്ടാണ് അക്യുപഞ്ചർ. ഈ TCM-ന് പ്രധാനമായിട്ട് 2 സിസ്റ്റത്തിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഒന്ന് മോഡേൺ സിസ്റ്റം, അത് 8 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് 8 പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടുത്ത സ്ക്രീനിൽ കാണാം, പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, 8 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് മോഡേൺ സിസ്റ്റത്തിൽ ഇന്ന് കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഈ 8 പ്രിൻസിപ്പിൾസിനെ ഉപയോഗിച്ചിട്ടാണ്. പണ്ടത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എലമെന്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, പണ്ടത്തെ സിസ്റ്റം 5 എലമെന്റ്. എന്താണ് ഈ 5 എലമെന്റ് എന്നുള്ളത്? പഞ്ചഭൂതം തന്നെയാണ്. നമ്മൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, പൊതുവെ ഇത് ഒരുപാട് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിലും ഇതിനെ പെയിൻ മാനേജ്മെന്റിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈവൻ ഇത് വന്നിട്ട് ഒരുപാട് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും പല പണ്ടത്തെ ഡോക്ടേഴ്സ്, അതായത് മോഡേൺ മെഡിസിന്റെ ഡോക്ടേഴ്സ് വന്നിട്ട് അനസ്തേഷ്യ ഉപയോഗിക്കാതെ അക്യുപഞ്ചർ സിസ്റ്റത്തിൽ അനസ്തേഷ്യ കൊടുത്തിട്ട് സർജറി ചെയ്യുകയും ആ സർജറി സമയത്ത് തന്നെ ക്ലയന്റിനോട് സംസാരിക്കുകയും ആ ക്ലയന്റിന് സ്പൂണില് ഡ്രോപ്പ് ആയിട്ട് വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവര് റെക്കോർഡഡ് എവിഡൻസ് ആൾറെഡി ഉണ്ട്. പക്ഷെ അതിനെ ആരും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഡോക്ടർ ആന്റൺ ജയസൂര്യ എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിലെ ഡോക്ടർ ഉണ്ട്. അദ്ദേഹം വന്നിട്ട് ഈ സ്റ്റൊമക്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് വന്നിട്ട് ഒരുപാട് കാലങ്ങൾ തൊട്ട് തന്നെ ഇത് നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഒരുപാട് ഡോക്ടേഴ്സ് അവരുടെ മെഡിക്കൽ സിസ്റ്റം അലോപ്പതി സിസ്റ്റത്തിനെ വിട്ടുകൊണ്ട് പൂർണ്ണമായും അക്യുപഞ്ചർ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഈ ഫീൽഡിൽ പുതിയ സിസ്റ്റങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെ സക്സസ്ഫുൾ ആയി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഈ 8 പ്രിൻസിപ്പിൾസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കും ഇതൊക്കെ എന്താന്നുള്ളതൊക്കെ. ഓക്കെ, ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഞാനത് കണ്ടിന്യൂ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ദയവായിട്ട് 8 to 9 ക്ലാസ്. 7:59 എല്ലാവരും ക്ലാസ്സിലേക്ക് കയറണം. ഈ 8:30 മണിക്കൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മളിനി അഡ്മിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു എക്സ്ക്യൂസസ് ആണ്. നെക്സ്റ്റ് ടൈം 7:59 നിങ്ങൾ എല്ലാവരും കയറിയിരിക്കണം. ഓക്കെ, പിന്നെ 5 എലമെന്റ് എന്നുള്ള വാക്ക് കേട്ടു. ഈ 5 എലമെന്റ് തൽക്കാലം നമ്മളിങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് നോക്കാം.
ഓക്കെ, ഇതിന്റെ റെഗുലേഷൻസ്, നിയമപരമായ പരിരക്ഷകൾ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും ഇതിന് അംഗീകാരമുണ്ട്. അത് അവിടെ അവര് പ്രോട്ടോകോൾസ് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫുൾഫിൽ ചെയ്യുന്നവർക്ക് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാം. പല രാജ്യങ്ങളിലും ഉണ്ട്. ഓക്കെ, ഷിപ്പുകളിൽ വരെ അക്യുപഞ്ചറിസ്റ്റുകളിനെ എടുക്കുന്നുണ്ട്. പല കൺട്രീസുകളിലെയും. നമ്മളുടെ ഇവിടെ കോഴിക്കോട് നിന്ന് ഒരു സജീവ് ഉണ്ടായിരുന്നു, ഫിസിയോതെറാപ്പിസ്റ്റ്. അദ്ദേഹമൊക്കെ വന്നിട്ട് ഷിപ്പിൽ തന്നെ അക്യുപഞ്ചറിസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളതാണ്. ഓക്കെ, അവിടുത്തെ പെയിൻ മാനേജ്മെന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. പിന്നെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ TN ശേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നും അതിന് ഇത്രയോളം പവർ ഉണ്ടെന്ന് അറിഞ്ഞതുപോലെ തന്നെ കൊറോണ വന്നപ്പോൾ ഈവൻ അവർ പറഞ്ഞ കുറെ കാര്യങ്ങൾ തെറ്റാണെങ്കിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1970-കളിൽ തന്നെ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളതാണ്, അക്യുപഞ്ചർ സിസ്റ്റത്തിനെ. ഓക്കെ, അവര് പൊതുവെ ഒരു പ്രോട്ടോകോൾ വെച്ചിരിക്കുന്നത് വന്നിട്ട് 200 അവേഴ്സ് ആണ് നിങ്ങൾ അക്യുപഞ്ചറിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ടു പ്രാക്ടീസ് എന്നാണ്. അതായത് 200 അവേഴ്സ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ കംപ്ലീറ്റ് ചെയ്തുള്ള ആളുകൾക്ക് 200 അവേഴ്സും അല്ലാത്തവർക്ക് 2500 മണിക്കൂറാണ് നിങ്ങൾ എന്താ പറയുക അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാൻ. തിയറിയും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു അറ്റൻഡ് ചെയ്ത് എവിഡൻസ് ഉണ്ടാക്കേണ്ടത് ആസ് പെർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മൾ ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലേക്ക് അക്യുപഞ്ചർ ആൾറെഡി അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ ശാസ്ത്രമാണ്. ഓക്കെ, പക്ഷെ അതിന് ഈ അടുത്ത കാലം വരെ വന്നിട്ട് എവിടെയും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്ന പോലെ ചെയ്യണം. യെസ്, ഹലോ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ഓക്കെ, ഒന്ന് എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് വെക്കൂ. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഉടനെ തന്നെ മറ്റേ മ്യൂട്ട് ചെയ്ത് വെക്കുക. സംസാരിക്കണം, ചോദിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ഇറ്റ് ആൻഡ് ആസ്ക്. ഓക്കെ, സോ ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അതിനെ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തിന്റെ അണ്ടറിൽ അക്യുപഞ്ചറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫിസിയോതെറാപ്പിയും മറ്റുമൊക്കെ. ഓക്കെ, മറ്റേ പ്രോട്ടോകോൾ വെച്ചതിന്റെ അകത്ത് അക്യുപഞ്ചറിനെ ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് സംഘടനകളും മറ്റുമൊക്കെ വന്നിട്ട്, പ്രത്യേകിച്ച് AJC പോലെയുള്ള സംഘടനകൾ തിരിച്ചും അവര് കോർട്ടിൽ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനെ ഒരു ഇൻഡിപെൻഡന്റ് മെഡിക്കൽ സിസ്റ്റം ആയിട്ട് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അക്യുപഞ്ചർ കേരളത്തിലോ ഇന്ത്യയിലോ പ്രാക്ടീസ് ചെയ്യുന്നത് ബാൻഡ് അല്ല. ഓക്കെ, പക്ഷെ ഒരു കംപ്ലൈന്റ് ഒരു ക്ലയന്റിന്റെ അടുത്ത് നിന്ന് പോവുകയാണെങ്കിൽ അത് ഡോക്ടർ ആണെങ്കിലും ഉത്തരം പറയാൻ അയാൾക്ക് നിർബന്ധിതനാണ്. അതേപോലെ തന്നെയാണ് അക്യുപഞ്ചറിനും. പക്ഷെ നിങ്ങൾ ഡോക്ടറിന് വെക്കാനുള്ള അധികാരം ഇപ്പോൾ അക്യുപഞ്ചർ പഠിച്ചവർക്കില്ല, അത് നിങ്ങൾ എന്ത് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും. ഓക്കെ, അതേമാതിരി തന്നെ ഒരു ഡിപ്ലോമ കോഴ്സസ് ആണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ കൺസിഡറേഷനിലുള്ളത്. പിന്നീടാണ് ഡിഗ്രി കോഴ്സസ് മറ്റുമൊക്കെ വരുന്നുണ്ട്. അവർ വരുന്ന സമയത്ത് അത് ഇംപ്ലിമെന്റ് ആവും. ഇപ്പൊ ഒരു ഡിപ്ലോമ ഉള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാം ഈ സിസ്റ്റം. ഇതുവരെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? നമ്മൾ പതുക്കെ ഇനി സബ്ജക്റ്റിലേക്ക് കിടക്കണം എന്ന് വിചാരിക്കുന്നു. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ, അതെ സാർ, ഇപ്പോ പറഞ്ഞപ്പോ ഡയറി ഒക്കെ വന്നാല് നമ്മള് അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാതെ ടോക്സിൻസിനെ അവിടെ ഇതാവുന്നല്ലോ പറഞ്ഞത്, സ്റ്റോപ്പ് ചെയ്യാതിരുന്നാല്. അപ്പോ നമ്മൾ ഈ സ്ത്രീകൾക്കുള്ള മെൻസ്ട്രൽ പ്രോബ്ലംസ് ഇല്ലേ, അപ്പൊ ചില ആൾക്കാർക്ക് കുറെ ഒരു 3-4 മാസമൊക്കെ വരാതെ പിന്നീട് ഓവറായിട്ട് ഫ്ലോ പോകുന്നില്ലേ? അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിനെ സ്റ്റോപ്പ്, ഇപ്പൊ ഒരു 15 days ഒക്കെ കഴിഞ്ഞിട്ടും വരുന്നുണ്ടെങ്കിൽ അത് ഒരു ഡിസീസ് ആയിട്ടല്ലേ വരിക. അപ്പൊ ആ സമയത്ത് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാതെ തടഞ്ഞു വെക്കാണോ ചെയ്യേണ്ടല്ല അതിനെ ഇത്ര അങ്ങനെ അതിനെ ഫ്ലോനെ പോവാനാണ് അനുവദിക്കേണ്ടത്. ഹലോ,
ഹലോ സർ. അപ്പൊ ആ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അക്യുപങ്ക്ചർ സിസ്റ്റം പ്രകാരം എന്താണ് ചെയ്യേണ്ടത്? അല്ല, നമ്മൾ അതിന് അവിടെ ഒന്നും എത്തിയിട്ടില്ലല്ലോ. അപ്പൊ അല്ല, നമ്മളിപ്പം കൂടുതൽ ഒരു സബ്ജക്ട് അറിയാന്നുള്ളത്. ഇപ്പോൾ ABC അതന്നെ, അത് ആ സമയത്ത് അറിയാം. ഇപ്പം നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടോ അക്യുപഞ്ചർ? ജസീന മാം, ജസീന കഴിഞ്ഞിട്ട് സാറ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, നമ്മളിത് ഒന്നും അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞ എന്ത് ചോദ്യങ്ങൾക്കും ഇപ്പൊ ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്തെടുക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ചോദിക്കാവൂ. ഓക്കെ, നമ്മുടെ ആ സബ്ജക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ ബാധ്യതരാണ്. ഇപ്പൊ ഒരുപാട് പേര് അറിയാത്തവരുള്ളതുകൊണ്ടും അറിഞ്ഞവർ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് ഡൈവേർട്ട് ചെയ്ത് പോകും. ഞാൻ ആരെ കൺസിഡർ ചെയ്യണം? ഓക്കെ, സോറി സർ. സോറി പിന്നെ പറയേണ്ട സാർ ആവശ്യമില്ല. എനിക്ക് അല്ല സാർ, പിന്നെ എനിക്ക് ഈ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? എന്താണ്? പറ്റും. ഞാൻ ലാസ്റ്റിൽ പറയാം. ഇപ്പൊ നമുക്ക് ഡൈവേർട്ട് ചെയ്യണ്ട. ഞാൻ ഒരു 9 മണിക്ക് ആവട്ടെ, ഞാൻ അപ്പൊ പറയാം. ഓക്കെ സർ. ഓക്കെ. സോ the World Health Organization began on the 7th April. ഓക്കെ, കുഴപ്പമില്ല. 1948 തന്നെ ഇതിനെ കുറിച്ചിട്ട് ഈ അക്യുപഞ്ചറിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്താ വെച്ചാല്, നേരത്തെ ചൈന എന്ന് പറയുന്ന രാജ്യം എല്ലാവരെയും വന്നിട്ട് അകറ്റി നിർത്തിക്കൊണ്ട്, എല്ലാവരെയും ഭയന്നുകൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ ഒരു സങ്കുചിത മനോഭാവങ്ങൾ കൊണ്ടോ അതുകൊണ്ട് തന്നെയാണ് ആ ചൈന മതിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത്. എന്തിനാ? ആരും ഇങ്ങോട്ട് വരാതിരും പാടില്ല, ഇവിടുന്ന് ആരും അങ്ങോട്ടും പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത്രയും വലിയൊരു മതിൽ പടുത്തു വെച്ച് അവരുടേതായ ലോകത്തിലേക്കാണ് ഉണ്ടായിരുന്നത്. 1900 എന്താ പറയാ, ഈ വേൾഡ് വാറിന് ശേഷമാണ് അവർ പതുക്കെ ബാക്കിയുള്ള രാജ്യങ്ങളായിട്ടൊക്കെ ഒരു ഇന്ററാക്ഷൻസ് ആവുന്നതും. അങ്ങനെ അമേരിക്കയായിട്ടാണ് ആദ്യം ഇവര് എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും വ്യാപാരങ്ങൾ ആരംഭിക്കുന്നതൊക്കെ. അന്ന് സമയത്ത് അവിടുത്തെ നമ്മുടെ പ്രസിഡന്റ് ഇതേപോലെ ഒരു ബിസിനസിന്റെ ആവശ്യമായിട്ട് ചൈനയിലേക്ക് പോകുന്ന സമയങ്ങളിൽ എപ്പോഴും ഇങ്ങനെയുള്ള മിനിസ്റ്റേഴ്സ് പോകുന്ന സമയത്ത് അവരുടെ കൂടെ കുറെ ബിസിനസ്സുകാരും മീഡിയ പേഴ്സൺസും ഒക്കെ ഉണ്ടാവും, ഇത് കവർ ചെയ്യാനും മറ്റുള്ളതൊക്കെ ആയിട്ട്. നമ്മുടെ സമയം 8 to 9 ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, 8 to 9 ആണ്. ഓക്കെ, നമ്മൾ ഒരു 15 മിനിറ്റും കൂടെ ക്ലാസ് ഉള്ളൂ. അപ്പം ഓക്കെ, അപ്പോൾ ഈ മീഡിയ പേഴ്സൺസ് ഒക്കെ പോകുമ്പോൾ അതിൽ ഒരു ആൾക്ക് വന്നിട്ട് അവർക്ക് അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞ ഉടനെ ഈ ഒരു അങ്ങോട്ട് പോകേണ്ടി വരികയും അതിന്റെ സിവിയർ ആയിട്ടുള്ള പെയിൻ വരികയും അദ്ദേഹം ചൈനയിൽ നിന്ന് ഈ അക്യുപഞ്ചർ സിസ്റ്റത്തിലൂടെ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയും ചെയ്തിട്ട് തിരിച്ച് അമേരിക്കയിൽ വന്നപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ചീഫ് എഡിറ്റർ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഇതിന്റെ പ്രയോറിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുകയും ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയുകയും അദ്ദേഹം എഡിറ്റേഴ്സ് കോളത്തിൽ തന്നെ ഈ അക്യുപഞ്ചറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറേശ്ശെ കൊടുക്കുകയും, അത് എഡിറ്റേഴ്സ് പേജിലായതുകൊണ്ട് തന്നെ നല്ലൊരു പത്രം വായിക്കുന്ന ആളുകൾ ആദ്യം എഡിറ്റേഴ്സ് കോളാണ് വായിക്കുക. അത് വളരെ സംസാര വിഷയമാവുകയും അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ അറിയുകയും അവര് ഒരു 10-28 ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് 2 കൊല്ലം ചൈനയിലേക്ക് അയച്ചിട്ട് അവിടുന്ന് പഠിച്ച് അവർ 2 കൊല്ലം അക്യുപഞ്ചറിനെ കുറിച്ച് പഠിച്ച് കംപ്ലീറ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫണ്ടിങ്ങിൽ അവര് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അക്യുപഞ്ചർ സിസ്റ്റത്തിനെ അംഗീകരിക്കുകയും ഇത് ലോകം മുഴുവൻ നിലനിൽക്കണമെന്നും ഏറ്റവും കുറവ് സൈഡ് എഫക്ട്സ് ഉള്ള ഒരു സിസ്റ്റം ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാ രാജ്യങ്ങളിലെയും ഇതിനെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫണ്ടിങ് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ച് അക്യുപഞ്ചർ സിസ്റ്റം വരുന്നത് ആന്റൺ ജയസൂര്യ എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിലുള്ള ഡോക്ടർ മുഖേനയാണ്. ഇപ്പോ അവർക്ക് അവരവിടെ ഈ 2 കൊല്ലം കൊണ്ട് പഠിച്ചതാണ് ഇപ്പോഴും നമ്മൾ
സിലബസിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 2 കൊല്ലം കൊണ്ട് അവർ മനസ്സിലാക്കിയ കുറെ അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എന്താ പറയാ ഒരു ഈ അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ റിസർച്ച് ചെയ്ത് 2 കൊല്ലം കൊണ്ട് നമ്മളിപ്പോ സ്ക്രീനിൽ നോക്കുക, പല അസുഖങ്ങൾക്കും അക്യുപഞ്ചറിൽ വളരെ നല്ലതാണെന്നുള്ളത്, എഫക്റ്റീവ് ആണെന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അംഗീകരിക്കുകയും അവർ അക്യുപഞ്ചറിലെ ഒരു 361 നമ്പേർഡ് പോയിന്റും കുറച്ച് അൺനമ്പേർഡ് പോയിന്റിനെയൊക്കെ അംഗീകരിച്ചിട്ട് പുസ്തകമായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അക്യുപഞ്ചറിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി മറ്റേ സിസ്റ്റമായിട്ട് അംഗീകരിക്കുകയും കൂടെ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ പലതും നിങ്ങൾക്ക് അറിയാം. അലോപ്പതിയിൽ പോയി കഴിഞ്ഞാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നല്ല മാറ്റമുണ്ടെന്ന് പറയുന്ന പല അസുഖങ്ങളും ഇന്നും മോഡേൺ മെഡിസിനിൽ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഡിസീസസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് മുഴുവൻ നമ്മൾ വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇത് വന്നിട്ട് 2 കൊല്ലം കൊണ്ട് ഇവര് റിസർച്ച് ചെയ്ത് സയന്റിഫിക്കലി അവർക്ക് സാറ്റിസ്ഫൈഡ് ചെയ്ത കാര്യം മാത്രമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് നോക്കൂ, ഡിപ്രഷൻ പോലും അവർ പറയുന്നുണ്ട്. അതൊരു എമോഷണൽ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ആണ്. എമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസിനും മോഡേൺ മെഡിസിന് ശരിക്കും ട്രീറ്റ്മെന്റ് ഇല്ല. ഈവൻ നിങ്ങൾ ഡിപ്രഷൻ ഒക്കെ മോഡേൺ മെഡിസിനിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിലും അത് ശരിക്കും ആക്ച്വലി അവർ ദേ ആർ നോട്ട് ട്രീറ്റിംഗ് ദ ഡിപ്രഷൻ. ഓക്കെ, അപ്പൊ നമുക്കത് പിന്നെ നോക്കാം. കാരണം വേറൊരു സിസ്റ്റത്തിന് കുറ്റം പറയാനല്ല നമ്മളിവിടെ മറ്റേ ഇത് ചെയ്യുന്നത്, അക്യുപഞ്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ അക്യുപഞ്ചർ എടുക്കുമ്പോൾ അക്യുപഞ്ചർ വിക്കിപീഡിയയിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ മാക്സിമം എല്ലാവരും വിക്കിപീഡിയയിലാണ് നോക്കുക. അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവത്തുള്ളൂ. Acupuncture is a form of alternative medicine and a component of traditional Chinese medicine in which thin needles are inserted into the body. അതായത് TCMന്റെ ഭാഗമായിട്ട് വളരെ കനം കുറഞ്ഞ നേർത്ത സൂചികൾ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ കുത്തുന്നതാണ് അക്യുപഞ്ചർ ചികിത്സ. അക്യുപഞ്ചർ ഇസ് എ സൂഡോ സയൻസ്. അതൊരു സൂഡോ സയൻസ് ആണ്. സൂഡോ സയൻസ് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്ത വ്യാജമായ സാധനം. The theories and practices of TCM are not based on scientific knowledge. ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്തതാണെന്ന് വിക്കിപീഡിയ പറയുന്നു. And it has been characterized as a quackery. അതായത് പറ്റിക്കലാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇത് വിക്കിപീഡിയയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ വിക്കിപീഡിയ തന്നെ പറഞ്ഞിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ ശാസ്ത്രമാണെന്ന്. മോഡേൺ സയൻസ് ഒരു 120-130 കൊല്ലത്തിനകത്ത് ഡെവലപ്പ് ചെയ്ത, അല്ലെങ്കിൽ ഒരു 10-200 കൊല്ലത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് മോഡേൺ സയൻസ് എന്ന് പറയുന്നത്. അക്യുപഞ്ചറിന്റെ മറ്റേ ഹിസ്റ്ററി റെക്കോർഡിക്കലി എടുക്കുകയാണെങ്കിൽ തന്നെ 5000-ഓളം വർഷങ്ങളായി എന്നാണ് പറയുന്നത്. അന്ന് തന്നെ ഇതിന്റെ തിയററ്റിക്കൽ പാർട്ടും എല്ലാം മറ്റേ അടുക്കും ചിട്ടയായ പുസ്തകത്തിലൂടെ വരികയും കാലത്തിനനുസരിച്ചിട്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് ഒരു മോർ ദാൻ തൗസൻഡ്സ് ഓഫ് ബുക്സ് ഓക്കെ അക്യുപഞ്ചറിനെ കുറിച്ച് മാത്രം ഡെവലപ്പ് ചെയ്തത്. ഇതെല്ലാം തന്നെ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആരൊക്കെ അക്യുപഞ്ചർ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ടോ അവരെല്ലാം മോഡേൺ മെഡിസിനെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് അക്യുപഞ്ചറിലേക്ക് വന്നിരിക്കുന്നത്. അല്ലാണ്ട് മോഡേൺ മെഡിസിൻ ഒപ്പം തന്നെ കൊണ്ടുപോയിട്ടില്ല പല ഡോക്ടേഴ്സും. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ ഈ ഹോമിയോപ്പത്തിനെയും ഈ മോഡേൺ മെഡിസിൻ ക്വാക്കറി അല്ലെങ്കിൽ സൂഡോ സയൻസ് ആണ് പറയാറ്. പല ഇവർക്ക് എല്ലാം എന്താ വെച്ചാൽ ഇവരുടെ നോളേജിന് അറിയാത്തതെല്ലാം വന്നിട്ട് എന്താണ് തെറ്റാണെന്ന്. ഇപ്പൊ നമ്മളുടെ നോളേജിൽ അറിയാത്ത ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചതിനെ മാത്രം കരുതി വെക്കുന്നത് ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്, ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, നമ്മളൊക്കെ സാധാരണ ഒരു കോമൺ മാനാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു മെഡിക്കൽ സിസ്റ്റം വെച്ച് അതിനകത്ത് മറ്റേ എന്താ പറയാ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ മെഡിക്കൽ മാഫിയ ആയിട്ട് പോകുന്നവർക്ക് ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ അവരുടെ സയന്റിഫിക് റീച്ചില് ഇത് അവർക്ക് മറ്റേ എന്താ പറയാ അവർക്കെല്ലാം വന്നിട്ട് വിസിബിലിറ്റി വേണം. ഹോമിയോ മരുന്ന് പോലും മെഡിസിൻ അല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് അതിനകത്ത് അവർ റിസർച്ച് ചെയ്യുമ്പോൾ മെഡിക്കൽ പ്രോപ്പർട്ടി കാണാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ നോളേജിന്റെ ഇഗ്നോറൻസ് കൊണ്ട്
അവരിപ്പോഴും അതിനെ സൂഡോ സയൻസ് എന്ന് പറയും. അതേമാതിരി തന്നെ ചക്രാസ്, ശരീരത്തിനകത്ത് ചക്രാസ് സൂഡോ ആണെന്ന് പറഞ്ഞു. ഇന്ന് അത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അതേമാതിരി തന്നെ അക്യുപഞ്ചർ മെറീഡിയനും അക്യുപഞ്ചറിന്റെ പോയിന്റും ഒക്കെ വന്നിട്ട് സാങ്കല്പികമാണ്, ഇല്ലെന്ന് പല ഡോക്ടേഴ്സും അവരവരുടെ പണ്ട് പഠിച്ച ഡോക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം സാങ്കല്പികമാണ്. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് ഇന്ന മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് ഒരുപാട് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ നോളജ് വെച്ചിട്ട് ഇതൊന്നും ഇല്ല എങ്കിൽ പോലും ഈ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അവരുടെ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഏത് മറ്റേ മോഡേൺ മെഡിസിലെ ഡോക്ടേഴ്സ് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാ ചികിത്സയും നിങ്ങൾക്ക് മോഡേൺ മെഡിസിനിൽ മാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക, n നമ്പർ ഓഫ് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. മോഡേൺ സയൻസിനകത്ത് രാജേഷ് സാർ എന്തെങ്കിലും പറയാൻ വരുന്നുണ്ടോ? സാറേ, ഈ സൂഡോ സയൻസ് എന്ന് വിക്കിപീഡിയയിൽ കൊടുത്തത് നമ്മൾ ഏജൻസി വഴി പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റും, അവർ കറക്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ശ്രമിച്ചാലും മാറ്റാൻ പറ്റുന്നതാണ്. വിക്കിപീഡിയ ആർക്കും എഡിറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അതൊന്ന് പറഞ്ഞ ആരെങ്കിലും നമുക്കെതിരായിട്ടുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കും അത് മാറ്റേണ്ടതാണ്. നമ്മൾ അത് കുഴപ്പമില്ല, നമുക്ക് എല്ലാവരെയും നമ്മൾ മാറ്റേണ്ട ഒരു കാര്യം വരുന്നില്ല. അക്യുപഞ്ചറിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം ഈ നോൺ ക്യൂറബിൾ ഡിസീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ടൊന്ന് കിട്ടും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ചില അസുഖങ്ങളെ മാറ്റാൻ പറ്റുന്ന അലോപ്പതിക്കാർ പോലും പറയാൻ പാടില്ല. ഓക്കെ, കാരണം പല അസുഖങ്ങളും മോഡേൺ മെഡിസിനിൽ മാറ്റാൻ പറ്റാത്ത വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. അതുകൊണ്ട് അക്യുപഞ്ചറിസ്റ്റായ നമ്മളും തന്നെ ഒരു രോഗവും മാറ്റാന്ന് പറഞ്ഞ് നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. കാരണം എല്ലാ അസുഖങ്ങളും മാറാനും എല്ലാ സിസ്റ്റത്തിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ പേഷ്യൻസിനെയും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിനകത്ത് ധാരണ വേണം. അതായത് എല്ലാ അസുഖത്തിനും എല്ലാ സിസ്റ്റത്തിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ പേഷ്യൻസിനും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു തത്വം നിങ്ങൾക്ക് എപ്പോഴും മനസ്സിനകത്ത് ഓർമ്മ വേണം. എന്താണ് പറഞ്ഞത്? ഓക്കെ, നമ്മൾ ഇനി സബ്ജക്റ്റിലേക്കാണ് പോണത്. നമ്മളിപ്പം ഇത് തന്നെ ഫുള്ള് ലോഡ് കൊടുക്കണില്ല, 9 മണിക്ക് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. നമ്മൾ ഇനി പതുക്കെ സബ്ജക്റ്റിലേക്ക് പോകും. അപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഇതുവരെ ആദ്യം എന്താ പറയാ അക്യുപഞ്ചർ പഠിക്കാത്ത ആൾക്കാർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ആരും പറയാനില്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്നവർക്ക് എന്തെങ്കിലും ചോദിക്കാം. ഈവൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്ന് ഭാഗങ്ങൾ ശ്രദ്ധിക്കണമെന്നോ ഭാഷയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പീഡോ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. 5 മിനിറ്റ് സമയമുണ്ട്. 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് സമയമുണ്ട്. 8:50 ആയിട്ടേ ഉള്ളൂ. ഉണ്ടോ? ആർക്കൊന്നും സംശയമില്ലെങ്കിൽ ഞാൻ എന്താ ഉദ്ദേശം മനസ്സിലാക്കേണ്ടത്? ആരോ ഒരാൾ ഇപ്പം താങ്ക്സ് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ക്ലാസ് കഴിയുന്ന സമയത്ത് ആരാണെന്ന് അറിഞ്ഞില്ല, ഞാൻ നോക്കാൻ വിട്ടുപോയി. ആരാ ഇപ്പൊ കയറിയത് അവസാനം? ഹലോ സർ, രജനിയാണ്. വെരി ഗുഡ്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല സർ, ഞാൻ കറണ്ട് സിറ്റുവേഷൻ പറയാം. ഞാനിപ്പോ വേറെ ആർക്കെങ്കിലും? അതുകൊണ്ടാണ് എനിക്ക് റൈറ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. എനിക്ക് ആരൊക്കെയാണ് പുതിയത് ആരൊക്കെയാണ് പഴയതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ തന്നെ ചോദിക്കുക. ആരോ ആരൊക്കെയാണത് ഇപ്പൊക്കെ കേറുന്നത്?
ഇപ്പോഴും കുറെ പേര് ജോയിന്റ് ചെയ്യുന്നുണ്ടല്ലോ. സോറി സാർ, ഇപ്പോഴാണ് കണ്ടത്. നിയാസാണ്. ഓക്കെ ഓക്കെ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു സാർ. നോ പ്രോബ്ലം സാർ. ഓക്കെ ഓക്കെ. ആർക്കും സംശയമൊന്നുമില്ല? ക്ലാസ് ക്ലിയർ ആയിരുന്നു സാർ. ഇത്ര സിമ്പിൾ പറയാതെ. ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി എന്ത് സംശയം? ഓക്കെ. നമ്മൾ ഇനി അടുത്ത ആഴ്ച ഉള്ള ക്ലാസ് എവരി ഫ്രൈഡേ മാസത്തിൽ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത ഫ്രൈഡേ ആണ്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം, ഒഫീഷ്യലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് ഇല്ലാതിരിക്കുള്ളൂ. അപ്പൊ കഴിയുന്നതും എല്ലാവരും 7:59 ജോയിൻ ചെയ്യുക. മറ്റേ ചിലവര് വന്നിട്ട് പുറത്തുനിന്ന് വന്നിട്ട് ഏത് ഗ്രൂപ്പിലും ഇല്ലെന്ന് പറഞ്ഞു. എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. 90-200-84410. 90-200-84410. ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ക്ലാസ്സിന് കയറാനാണ്. ഓക്കെ. ഇന്ന് 89 പേരാണ്. സാർ ഒരു സംശയം ചോദിക്കട്ടെ? ഞാൻ അബ്ദുൽ ഖാദർ. സാർ ഇപ്പൊ എടുക്കുന്ന ക്ലാസ് അക്യുപഞ്ചർ അഡ്വാൻസ്ഡ് ലെവലാണോ അതോ ബേസിക് ലെവലാണോ സാർ ക്ലാസ്? വളരെ ബേസിക് ആയിട്ട് ഒന്നും അറിയാത്തവരെ പഠിപ്പിക്കാനുള്ള ക്ലാസ്സാ. ഇത് എത്ര കാലത്തേക്കാണ്? ഇതിന് ടൈം ഇല്ല. എത്ര ദിവസം കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയില്ല. എവരി വീക്കാണ് പ്ലാൻ ചെയ്യുന്നത്. 1 hour ഫ്രൈഡേ 1 hour. പഠിക്കുന്നവർ വന്നിട്ട് വലിയ ഇത് ആദ്യം പഠിച്ചവർക്ക് വലിയ ഗുണം ഉണ്ടാവില്ല, ബോറടിക്കത്തേ ഉള്ളൂ. അറിയാത്തവർക്കാണ് ഇല്ല. നോളജ് സാറിന്റെ ക്ലാസ് നല്ല സിമ്പിൾ ആയിരുന്നു. പഠിച്ചതാണെങ്കിൽ തന്നെ കേൾക്കാൻ ഉള്ള ക്ലാസ് ആയിരുന്നു. പക്ഷെ ഞങ്ങള് ചോദിക്കുന്ന ചെറിയതില് ബേസിക് മറ്റേ ഡിഗ്രി ലെവലിലെ ക്ലാസ്സിലേക്കാണോ സാർ കൊണ്ടുപോകുന്നത് അതോ അക്യുപഞ്ചറിന്റെ പുതിയ പഠനമായിട്ടാണ് മുന്നോട്ട് പോവുകയാണോ? അങ്ങനല്ല. എനിക്കിവിടെ കുറച്ച് അക്യുപഞ്ചറിനെ കുറിച്ച് അറിയാത്തവര് ക്ലാസ് എടുത്ത് തരുമോന്ന് ചോദിച്ചു. അങ്ങനെ 1-2 പേർക്ക് ക്ലാസ് എടുത്താൽ ഒരു സുഖം ഉണ്ടാവില്ല, വേണ്ട റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഗുണമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് അറിയാവുന്നത്ര സബ്ജക്ട്സിലേക്ക് ഡീപ്പായി പോകും. കാരണം ഇതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷൻ ഇല്ല, നമുക്ക് പ്രോട്ടോകോളോ സിലബസോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്കറിയാവുന്ന മാക്സിമം ലെവലിലേക്ക് എത്തിക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ബുക്കിലേക്ക് ബേസ് ചെയ്തിട്ടൊക്കെ തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതിന്റെയൊക്കെ ഞാൻ ഏത് ബുക്കിനെ ബേസ് ചെയ്തു എന്നുള്ളതൊക്കെ സമയാസമയങ്ങളിൽ തരും. ഇപ്പൊ തന്നെ തരത്തില്ല. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സർ. കാരണം ഇതുപോലെ ഒരു ക്ലാസ് കിട്ടാന്ന് പറയുന്നത് തന്നെ എന്താ പറയാ, അത്രയും ഈസി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ സബ്ജക്റ്റ് ഒന്നും എടുത്തിട്ടില്ല, എടുക്കാൻ പോകുന്നേ ഉള്ളൂ. എടുത്തിട്ടില്ലെങ്കിലും സാറിന്റെ ഫ്ലോ മനസ്സിലായി. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. എന്റെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ. ആ നമ്പറിൽ ഇതിൽ പങ്കെടുക്കാത്ത ആൾക്കാർക്ക് ഒന്നുകൂടെ ഇതെന്താ അറിയോ, ഇതിൽ പങ്കെടുക്കാത്തവർ ഇനി വന്ന് കയറുന്നോണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിപ്പൊ തന്നെ 89-90 പേരോളം കയറി. 100 പേരെ മാക്സിമം കയറാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഫ്രീ വേർഷൻ ആണ്, ഫ്രീ ക്ലാസ്സും ആണ്. അപ്പൊ 100 പേരിന്റെ ഉള്ളിലേ കയറാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ലിമിറ്റേഷൻസ്. അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് കുറെ പേര് കയറിയതുകൊണ്ട് എനിക്ക് യാതൊരു സങ്കടമില്ല. ഒരാൾക്കാണെങ്കിലും ഞാൻ ഇത്രയും തന്നെ എഫേർട്ട് എടുക്കണം. 100 പേരാണെങ്കിൽ എനിക്ക് സെയിം എഫക്റ്റ് ആണ്. ലൈവ് ക്ലാസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ കൂടുന്തോറും നമുക്ക് സ്ട്രെയിൻ കൂടും. ഓൺലൈനിൽ ആ പ്രശ്നമില്ല, ആരെയും കാണുന്നില്ല. മുമ്പിലിരിക്കുന്നവർക്ക് പറഞ്ഞാണോ ക്ലാസ് മറ്റേ മൊബൈൽ ഓഫ് ആക്കി മറ്റേ ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിരിക്കണം ഒന്നും അറിയില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് എന്റെ തന്നെ സ്ക്രീൻ നോക്കി സംസാരിക്കുന്നതുകൊണ്ടേ എത്ര പേരുണ്ടെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, കയറുന്ന ആളുകൾ 7:59 കയറുക. നമ്മുടെ മറ്റേ നമ്മൾ ഇതൊക്കെ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അല്ല ക്ലാസ് എടുക്കുന്നത്.
അപ്പൊ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആകുമ്പോൾ പറഞ്ഞു വരുന്ന ഫ്ലോ പോകുമ്പോൾ തിരിച്ചൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം. കാരണം ഒന്നാമത് ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ. എനിക്ക് അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് ആണ്. എൻ്റെ പേര് കേശവദേവ് എന്നാണ്, ചിലവർക്ക് അറിയുണ്ടാവില്ല. ഓക്കെ, എൻ്റെ പേര് കേശവദേവ് എന്നാണ്. ഞാൻ ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് ആണ്. അക്യുപഞ്ചർ പഠിച്ചു, ജസ്റ്റ് കുറച്ചൊരു 1-2 ബാച്ചസ് എടുത്തു. പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്കും പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരുടെയും പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നിറയെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്ര ദിവസം അതിനകത്ത് ഇതെല്ലാം കവർ ചെയ്യണം, അവർക്കൊരു പരീക്ഷ. അപ്പൊ അങ്ങനെ നമുക്ക് പോകുന്നവർക്ക് പോവാം, ക്ലാസ് കഴിഞ്ഞു. അപ്പം നമുക്ക് എന്താ വെച്ചാല് ഇതിനകത്ത് പ്രോട്ടോകോൾ ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ ഇന്നിപ്പോ ഒരു സ്ലൈഡ് വെച്ചു, നമ്മൾ സബ്ജക്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സ്ലൈഡ് ആണെങ്കിൽ ആ ഒരു സ്ലൈഡിനെ വെച്ചുകൊണ്ട് തന്നെ 1 hour നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലും പ്രശ്നമില്ല. അതുകൊണ്ട് എത്ര പതുക്കെ പോകാൻ പറ്റുമോ അത്ര പതുക്കെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ സാർ അക്യുപഞ്ചർ ക്ലാസ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാനോ സാർ? കാര്യമില്ലല്ലോ സാർ, 1-2 പേർക്കല്ലേ. അല്ലല്ല, വർഷം ഒന്നും പറഞ്ഞാൽ തിരക്കടില്ല, ഇപ്പൊ പറയണം. 2011 തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. സാറടുത്ത് പഠിച്ച ശിഷ്യന്മാരെ നമുക്കറിയാം, അപ്പൊ സാറ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ല, സാറ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10-20 വർഷമെങ്കിലും പഴക്കമുണ്ടായിരിക്കും. മാത്രമല്ല, സാറ് അക്യുപഞ്ചർ പഠിപ്പിച്ചു തുടങ്ങിയത് തന്നെ ഒരു പൈസയും വാങ്ങാതെ ഫ്രീ ആയിട്ടാണ് അക്യുപഞ്ചർ പഠിപ്പിച്ചിടത്തോളം. SRC വന്നതിന് ശേഷമുണ്ട് SRC നിശ്ചയിച്ച ഫീസ് വാങ്ങുന്നത്. ശരിയല്ലേ സാർ? എനിക്ക് പരിചയമുള്ളവരുള്ളത് ഞാൻ പറയാൻ പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഞാൻ അധികം ആൾക്കാരെ അങ്ങനെ എടുത്തിട്ടില്ല, വളരെ കുറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഈ പ്രാക്ടീസ് ആണെങ്കിലും ശരി. പിന്നെ അക്യുപഞ്ചറിനെ ഇപ്പൊ നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ശാസ്ത്രം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല, അതിന്റെ ഉപരിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അക്യുപഞ്ചർ അല്ലെങ്കിൽ TCM എന്ന് പറയുന്ന സിസ്റ്റത്തിനെ യൂണിവേഴ്സൽ ട്രൂത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് പണ്ടത്തെ പല അക്യുപഞ്ചർ ബെയർഫുട്ട് ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് നിങ്ങളൊരു അസുഖം പറയുമ്പോൾ തന്നെ അവര് നിങ്ങളുടെ ജനിച്ച മാസം അല്ലെങ്കിൽ ഇയർ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അതെല്ലാം TCMനകത്ത് ഉള്ളതാണ്. അപ്പൊ നമുക്ക് TCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്യുപഞ്ചർ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയോടുകൂടി ഇണങ്ങിയിട്ടുള്ളതാണ്. അത് നമ്മൾ 5 എലമെന്റ്സിലേക്ക് പോകുമ്പോൾ കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒരു എന്താ പറയാ, ഒരു വൈദ്യശാസ്ത്രം മാത്രമായിട്ട് കാണുന്നതിനുപരി അതിനെ ഒരു എന്താ പറയാ, ടു ഫൈൻഡ് ദ ട്രൂത്ത് വാട്ട് ഐ എം സെർച്ചിങ് എന്നാണ് എനിക്ക് മനസ്സിനകത്ത് തോന്നിയിട്ടുള്ളത്. എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് എൻ്റെ പല സംശയങ്ങളും ദൂരീകരിച്ച് തരുന്നത് TCMന്റെ പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ അതിന്റെ ഇൻഡെപ്തിലേക്ക് ഇറങ്ങുമ്പോഴാണ്. ഓക്കെ, നിങ്ങൾ അതിനെ ഓരോന്നിനെ എങ്ങനെ കാണുന്നു അതിനനുസരിച്ചാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു സീ എ തിങ്. ഒരു സാധനത്തിനെ ഓരോ വ്യക്തികൾ ഏത് രീതിയിലാണോ കാണുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്കത് മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ് ഒരു സബ്ജക്റ്റിനെ എങ്ങനെ കാണണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് എപ്പോഴും പെയ്ഡ് ക്ലാസ്സിനേക്കാളും ഫ്രീ ക്ലാസ്സിനോട് താല്പര്യം വരുന്നത്. എൻ്റെ വ്യൂ പോയിന്റ്സിൽ അതാണ് ശരി എന്ന് തോന്നുന്നത് കൊണ്ടാണ്. എല്ലാം ഫ്രീ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചിലത് പറ്റാറില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലായതുകൊണ്ട് വി ആർ ഫോഴ്സ്ഡ് ടു ഡു സംതിങ് ഫോർ അവർ എന്താ പറയാ ജീവിതചര്യകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എൻ്റെ നമ്പർ മറ്റേ നമ്മുടെ ഗ്രൂപ്പിനകത്ത് 2 ഗ്രൂപ്പിനകത്ത് ഇല്ലാത്ത ആളുകൾ ദയവായിട്ട് പറയാ. ആ 2 ഗ്രൂപ്പിനകത്ത് അക്യുക്യൂട്ട് ഫ്രണ്ട്സും പിന്നെ ഒരു ഓൺലൈൻ അക്യുപഞ്ചർ എന്നുണ്ട്. അപ്പൊ എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത് ഉണ്ടെങ്കിൽ മതി. AJCയിൽ മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ അക്യുക്യൂട്ട് ഫ്രണ്ട്സിലും, ഇല്ലാത്ത ആളുകൾ പുതിയ ആളുകൾ മാത്രം പുതിയ ഗ്രൂപ്പിൽ നിൽക്കുക, ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളും. എന്തായാലും ഇന്ന് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ട് ഫർദർ ആയിട്ട് ഷെയർ ചെയ്യും. ഇന്നിപ്പോ നമ്മൾ അറ്റൻഡൻസും മറ്റൊന്നും പ്രോട്ടോകോളിന്റെ ഭാഗമാവില്ല. ഒരു 4-5 ക്ലാസ് കഴിയുമ്പോൾ ഈ സ്ട്രെങ്ത് കുറയും.
അതിനുശേഷം നമുക്ക് അറ്റൻഡൻസിനെ കുറിച്ചൊക്കെ ബോധർ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഈ 1 hour കൊണ്ട് നിങ്ങൾ മെനക്കെട്ടിരുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ആവുമെങ്കിൽ എൻ്റെ 1 മണിക്കൂറും ദൈവം എനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഒരു അവസരം തന്നതായിട്ട് ഞാൻ വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥന വേണമായിരുന്നു, പക്ഷെ ഞാൻ നേരത്തെ ഇരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് നിങ്ങളോട് അത് ഓർമ്മപ്പെടുത്താൻ വിട്ടുപോയി. നമുക്ക് അടുത്ത പ്രാവശ്യം തൊട്ട് അത് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതേതാ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? വാട്സപ്പില് മെസ്സേജ് അയക്കണം. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എന്റെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ. അതെ, ഓക്കെ. അല്ലെങ്കിൽ ആരാണോ ലിങ്ക് തന്ന് അവരോട് എന്റെ നമ്പർ ചോദിച്ച് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ AJCയിലെ മെമ്പർ ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പിനകത്തായിട്ട് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. ഒരു റിക്വസ്റ്റ് കൂടെ, എല്ലാ ക്ലാസ്സും കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ടായിരുന്നു. പറഞ്ഞോളൂ മാം. നമ്മളുടെ